Welcome to Red Devils Talks, your home for Manchester United news, reactions, and live match coverage. Guys, welcome back to Red Devils Talks. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പറയാണ്, ഞാനൊരു ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് കമൻസ് വരുന്നുണ്ട്. നെഗറ്റീവ് വോളിയാ നിങ്ങൾ ആരും വിചാരിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രസ്ട്രേഷനും നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, അത് നടക്കാണ്ടാവുമ്പോഴുള്ള ആ ഒരു ഇത് തീർക്കുന്നതാണ്. അപ്പോൾ ആരും ഒന്നും കാര്യമായിട്ട് മൈൻഡാക്കണ്ട. അപ്പോൾ ഇന്നിപ്പം വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2026-2027 സീസണിൻ്റെ ഫിക്സ്ചർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുണ്ട്, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഫസ്റ്റ് 10 ഫിക്സ്ചേഴ്സ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് 10 ഫിക്സ്ചേഴ്സ് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുമ്പം എന്താണ് അവസ്ഥ? ഈസ് ഇറ്റ് ഈസി ഓർ ഹാർഡ്? എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് സീസൺ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഈസി. കാരണം ലാസ്റ്റ് സീസണിൽ നമുക്ക് ഭയങ്കര ഹാർഡായിരുന്നു. അത് എല്ലാവരും പറഞ്ഞതാണ്, വൺ ഓഫ് ദ ടഫസ്റ്റ് ഫിക്സ്ചർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ്. പക്ഷേ ഇപ്രാവശ്യം അത് കുറച്ചൊരു ഈസിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫിക്സ്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗെയിം, തുടക്കം ഗെയിം തന്നെ ഹൾ സിറ്റിൻ്റെ കൂടിയാണ്, എവേ. അതായത് ന്യൂലി പ്രൊമോട്ടഡ് ആയിട്ട് വന്ന ഹൾ സിറ്റി ടൈഗേഴ്സിനെതിരെ എവേ മാച്ചാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് സീസണിൽ നമുക്കത് ആഴ്സണലായിരുന്നു തുടക്കം തന്നെ, ഓൾഡ് ട്രാഫോർഡിൽ. പക്ഷെ നമുക്ക് ആ കളി ജയിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചൊരു കളിയായിരുന്നു അമോറിമിൻ അണ്ടറിൽ. പക്ഷെ ഒരു ഗോളിന് നമ്മൾ തോറ്റുപോയി, ജയിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമുക്ക് എവേ മാച്ചാണ് ഹൾ സിറ്റിൻ്റെ കൂടെ. രണ്ടാമത് വരുന്നത് ഓൾഡ് ട്രാഫോർഡിലേക്ക് ഇപ്സ്വിച്ച് ടൗൺ ആണ്. പിന്നെ അടുത്ത മൂന്നാമത്തത് എവർട്ടൺ. പിന്നെ വരുന്ന കളിയാണ് ഫസ്റ്റ് 3. എനിക്ക് തോന്നുന്നു നമുക്ക് ഈസി ആയിട്ട് 3 പോയിന്റ്സ് അടിക്കാൻ പറ്റും. അടിക്കണം, അതാണ് വേണ്ടത്. പിന്നെ വരുന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റി, ദ ഡെർബി. അതും ഓൾഡ് ട്രാഫോർഡിലാണ്. ഇപ്രാവശ്യം തുടക്കം ഓൾഡ് ട്രാഫോർഡിലാണ്. ലാസ്റ്റ് സീസണിൽ നമുക്ക് എവേ ആയിരുന്നു, ഫസ്റ്റ് എത്തിഹാദിലായിരുന്നു, അത് നമ്മൾ തോറ്റു. പിന്നെ കാരിക്കിൻ്റെ അണ്ടറിൽ ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ടാണ് നമ്മൾ ജയിച്ചത് സെക്കൻഡ് ലെഗിൽ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് തന്നെ ഓൾഡ് ട്രാഫോർഡിലാണ്. നാലാമത്തെ മാച്ച് വീക്ക് 4 തന്നെ വരുന്നത് മാഞ്ചസ്റ്റർ ഡെർബിയാണ്. പിന്നെ വരുന്നത് ഫുൾഹാമും അത്യാവശ്യം കുറച്ച് പണിയാണ്. പക്ഷെ സിൽവ പോയല്ലോ, അപ്പോൾ പുതിയൊരു മാനേജർ ആയിരിക്കും, അതെങ്ങനെ ഉണ്ട് നോക്കേണ്ടി വരും. പിന്നെ വരുന്നത് ടോട്ടൻഹാം ഡിസർബി അവസാന ടൈമിൽ വന്നു, റെലഗേഷൻ സോണിൽ നിന്നും സ്പേഴ്സിനെ രക്ഷിച്ചു. ഇനി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. മാരക സൈനിങ്സ് ഒക്കെ നടത്തുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടാണ് നമ്മുടെ അടുത്ത ഗെയിം വരുന്നത്. പിന്നെ ലീഡ്സ്, പിന്നെ ബോൺമൗത്ത്, അതും ഹോമാണ്. പിന്നെ വരുന്ന ഒരു ബിഗ് ഗെയിം ചെൽസി, സാബി അലോൺസോയുടെ പുതിയൊരു മാനേജറാണ്. എവേ മാച്ചാണ് സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ 10ാമത്തെ ഗെയിം വരുന്നതാണ് ആസ്റ്റൺ വില്ലയും കുറച്ച് അത്യാവശ്യം നല്ലൊരു ടീം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 10 ഗെയിംസിൽ ഒരു ബിഗർ ടീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ക്ലബ്ബാണ് ഉള്ളത് നമുക്ക്. മാഞ്ചസ്റ്റർ സിറ്റി വരുന്നുണ്ട്, ചെൽസി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അറ്റ് പ്രസന്റ് ലാസ്റ്റ് സീസണിലെ ഫോം വെച്ചിട്ട് ആസ്റ്റൺ വില്ലിനെയും കൂട്ടാം. ബോൺമൗത്തിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറിയോള പോയി. പുതിയൊരു മാനേജറിന്റെ അണ്ടറിൽ ബോൺമൗത്ത് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഈ വരുന്ന സീസണിൽ നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫിക്സ്ചർ. അപ്പോൾ ഈ ഫസ്റ്റ് 10 ഫിക്സ്ചറിൽ നമുക്ക് എത്ര പോയിന്റ് കിട്ടും? അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈസ് ഇറ്റ് ഹാർഡ് ഓർ ഈസി ആണോ, അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആണോ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ആണോ? എത്ര പോയിന്റ്സ് മാക്സിമം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ 10ൽ 30 കിട്ടണമല്ലേ നമുക്ക്. 30 അല്ലാണ്ട് ഒരു 25 എങ്കിലും മാക്സിമം പൊക്കണം ഫസ്റ്റ് 10 ഗെയിംസിൽ. 25, ഒരു മിനിമം 25 നമുക്ക് പൊക്കാൻ പറ്റിയാൽ വെരി ഗുഡ് ആയിരിക്കും. വെരി ഗുഡ്. പിന്നെ നമ്മുടെ സീസണിന്റെ മിഡ് ആകുമ്പോൾ നമുക്കൊന്ന് ട്രാക്കിലേക്ക് വന്ന് നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ വി വിൽ ബി ദ ടൈറ്റിൽ കണ്ടന്റേഴ്സ്. 100% നമുക്ക് പറയാൻ പറ്റും, ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയി മാറാൻ പറ്റും നമുക്ക് എന്തായാലും. ഒന്നും വേണ്ട. പിന്നെ അതുപോലെ ഫെസ്റ്റീവ് ഫിക്സ്ചർ, ഞാൻ ആ ഡിസംബറിലെ ഫിക്സ്ചർ ഞാൻ നോക്കിയിരുന്നു. ഫുൾ ഈസി റണ്ണാണ് കേട്ടോ, ശരിക്കും ഈസി റണ്ണാണ്. ലാസ്റ്റ് സീസണിലെ പോലെയല്ല. ലാസ്റ്റ് സീസണിൽ അതിലും കുറച്ച് നമുക്ക് ടഫ് ഉണ്ടായിരുന്നു. അപ്പോൾ 26-27 ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഈസി ആണ്. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട പൊസിഷൻസ് നമ്മൾ പക്ക ക്ലിയർ ചെയ്യണം. ഇനി നമുക്ക് ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് വരാം. ഇങ്ങനെ ക്ലബായിട്ട് തന്നെ നമുക്ക് കണ്ടു പോവാം. അപ്പോൾ വേണ്ട പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വേണം, 100% ഒരു 3 മിഡെങ്കിലും നമുക്ക് കിട്ടണം. പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു ലെഫ്റ്റ് വിങ്, ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ. ഈ ഒരു 4 പൊസിഷൻസ് നമ്മൾ ഫില്ല് ചെയ്തു നമ്മൾ സീസൺ തുടങ്ങുകയാണെങ്കിൽ
നമുക്കൊരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. 100% നമുക്ക് മാറാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇനി മത്തായസ് ഫെർണാണ്ടസ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറേ കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, താൻ എന്ത് മാങ്ങാത്തൊലിയാണ് പറയുന്നതെന്നൊക്കെ വന്നിട്ട്. പറയണം, നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യണം, അതിനു വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ മത്തായസ് ഫെർണാണ്ടസിന്റെ പിന്നാലെ നമുക്ക് പോവാം. ഞാൻ പറയുന്നത് 80-100 കൊടുത്ത് അവനെ കൊണ്ടുവരണം എന്നല്ല, അവന്റെ പിന്നാലെ പോയിക്കോട്ടെ. പക്ഷേ ആ ഒരു പ്ലെയറിനെ മാത്രം എന്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്? നമുക്ക് ബാക്കി ഫില്ല് ചെയ്യാൻ ഇവിടെ ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, ലെഫ്റ്റ് വിങ് ഉണ്ട്, ബാക്കപ്പ് സ്ട്രൈക്കർ ഉണ്ട്, ഒരു ഗോളി വേണം. കാരണം വിട്ടേക്ക് എന്തായാലും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട്, സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് നിൽക്കാൻ അവന് താല്പര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷനൊക്കെ ഫില്ല് ചെയ്യാലോ. ഇത് നമ്മൾ മത്തായസ് ഫെർണാണ്ടസിനെ കിട്ടുന്നവരെ വേറെ ഒന്നും നോക്കാണ്ട് ആ ഒരു മിഡ് അവനെ മാത്രം നോക്കി നിൽക്കുക. പിന്നെ 2 മിഡ് മതിയാ നമുക്ക്. എഡേഴ്സൺ ഓൾറെഡി സൈൻ ചെയ്തു, പിന്നെ മത്തായസ് ഫെർണാണ്ടസ് മാത്രം മതിയോ? ഒരാളും കൂടി വേണ്ടേ? ഒന്നിക്കത് ബലേബ ആയിരിക്കണം, അല്ലെങ്കിൽ സംഗാരി ആയിരിക്കണം. ചീപ്പ് ഓപ്ഷനായിട്ട് സംഗാരിനെ കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബിൽ നിന്ന് വേറെ ഏതെങ്കിലും പ്ലെയറിനെ നോക്കുക. അതൊക്കെ നോക്കാറ്. ഇത് വെറും ഒരു ഫോക്കസ്, മത്തായസ് ഫെർണാണ്ടസിന് മാത്രം ഫോക്കസ് ചെയ്ത് അവനുമായിട്ട് ചർച്ച നടത്തി. ഇത് ലാസ്റ്റ് സീസണിൽ ഇതന്നെ നമ്മൾ കണ്ടത്. എംബോമോയുടെ കേസ് എല്ലാവരും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. കൂനിയനെ സൈൻ ചെയ്ത് കഴിഞ്ഞു, എംബോമനെ കൊണ്ടുവരാൻ 1.5 മാസം അവന്റെ പിന്നാലെ നടന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അത് അവിടെ നിന്ന് ചെയ്തോട്ടെ. പക്ഷെ ഇപ്പുറത്തും നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കി വെക്കണമല്ലോ. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതാണ് എല്ലാവരും നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ അത് മാത്രമേ പറയുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും 80, 85, 100 കൊടുക്കാൻ ഞാൻ പറയൂല. ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം പറഞ്ഞിരിക്കുന്നത് ഡു ഓർ ഡൈ ഒന്നും ഇല്ല. 80, 85 മത്തായസ് ഫെർണാണ്ടസിനും സമർവില്ലിന് എത്രയായിരുന്നു 50 തരാൻ പറ്റുകയാണെങ്കിൽ യുണൈറ്റഡ് കൊണ്ടുപോയിക്കും. ഞങ്ങൾക്ക് വിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല, വേണ്ട അവിടെ വെച്ചോട്ടെ. എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 10 ദിവസമല്ലേ ഇനി ബാക്കിയുള്ളൂ, 10 ദിവസമല്ലേ ബാക്കിയുള്ളൂ. ജൂൺ ലാസ്റ്റിലേക്ക് ഒരു പൈസ കണ്ടെത്തണമല്ലോ, റെലഗേറ്റ് ആയതുകൊണ്ട്. നോക്കാം ഇവന്മാരെങ്ങനെ പൈസ ഉണ്ടാക്കും, അവിടെ നിൽക്കട്ടെ, ഒരു പ്രശ്നമില്ല. അതാണ് ഞാനും പറഞ്ഞത്. അല്ലാണ്ട് 80, 100 കൊടുക്കാൻ ഞാൻ പറയില്ല. എന്ത് തലക്ക് ഓളാണ്, കൊടുക്കാനേ പാടില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് വേറെയും പൊസിഷൻസ് വേണം. അത് ഇവന്മാർ ചിന്തിക്കുന്നില്ല, അത് ഈ നമ്മുടെ മാനേജ്മെന്റ് ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാനേജ്മെന്റിനെ കുറിച്ചിട്ട്. ഞാൻ പറയുന്നുള്ളൂ, ഇവന്മാര് ഒരിക്കലും നമ്മുടെ ക്ലബിനെ രക്ഷിക്കാനോ ഗുണം പിടിക്കണം, നന്നാവണം എന്ന് ഇവന്മാർക്ക് ആഗ്രഹമില്ല. അതാണ് ഇവന്മാരുടെ മെയിൻ പ്രശ്നം. വെറും ചെറ്റകൾ, നാറികളാണ്. അതോടെ പോട്ടെ, അതിന് വീണ്ടും അടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എലിയോട്ട് ആൻഡേഴ്സൺ, ഫാബ്രീന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു, ഫാബ്രീസിയോ റൊമാനോ. ഓൾമോസ്റ്റ് അത് സിറ്റിയിലേക്ക് ഡണ്ണായി. തേർഡ് ബിറ്റിലേക്ക് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയി എന്നാണ് ഫാബ്രീന്റെ റിപ്പോർട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് 120 മുറിക്കാനുള്ള പരിപാടി തന്നെയാണ്. ലാസ്റ്റ് 106 എങ്ങാനും കൊടുത്തിട്ട് റിജക്ട് ചെയ്തല്ലോ. അപ്പോൾ 120 പ്ലസ് ആഡ് ഓൺസ് കൊടുത്ത് അത് കൺഫേം ആവുമെന്നാണ് കണ്ടത്. പിന്നെ ലിവർപൂള് മറ്റേ നമ്മുടെ ഡിയോമണ്ടെ ഉണ്ടല്ലോ, ഐവറി കോസ്റ്റിന്റെ ഇവന്റെ കൂടെ കളിക്കുന്ന, അമാദിന്റെ കൂടെ കളിക്കുന്ന, അവന് ബിഡിട്ടോ RB ലെസ്പിയിൽ പോയിട്ടില്ല. 100 മില്യൺ ലിവർപൂളിന്റെ ഫസ്റ്റ് ബിഡ് ഓൺ ദ സ്പോട്ടിൽ റിജക്ട് ചെയ്തു. ഇപ്പൊ ശരിക്കും ഒരു 100 മില്യൺ ഒന്നും ഒരു വിലയില്ലാണ്ടായി പോയി. സത്യം പറയാലോ, തീരെ ഒരു വിലയില്ലാണ്ടായി. അതെനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ബ്രോന്റെ പേര് എന്നോട് മറന്നുപോയി. പുള്ളിക്കാരൻ പറഞ്ഞത്, ഇങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഈ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എഫക്ട് സോ മെനി ക്ലബ്സ്. അത് സത്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ബ്രോന് ഒരു ഹാറ്റ്സ് ഓഫ്. സത്യമാണ് അത് നിങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും എഫക്റ്റ് ആവും. തൊട്ടതിനും പിടിച്ചതിനും 80, മിനിമം 80 സ്റ്റാർട്ടിങ്. ഡിയോമണ്ടനൊക്കെ ഒറ്റയടിക്ക് ഇടുന്നത് 100, എന്നിട്ടും പറയുന്നത് 120. എലിയോട്ട് ആൻഡേഴ്സണിന് 120, മത്തായസ് ഫെർണാണ്ടസിന് 80, 85. അലക്സ് കോട്ട്, എന്തിന്? അലക്സ് കോട്ടിന് പോലും 60 അല്ല 80 ആണ്. അലക്സ് കോട്ടിന് പിന്നാലെ ആർസണൽ വന്നിട്ടുണ്ട്. ആർസണലിനോടും ചോദിച്ചത് 80 ആണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ അവസ്ഥ. ചില്ലറ കളിയല്ല നടക്കുന്നത്. തീരെ ഒരു വിലയിലാണ്. പണ്ടെല്ലാണെങ്കിൽ 50, 55, 60 ഒക്കെ ആയിരുന്നു. ഇപ്പൊ തുടക്കം തന്നെ 100, 80 to 100. അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ ആരും ഇല്ല എന്നാണ് പറയുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നടക്കണം, ഡീൽസ് നടക്കണം. ഞാൻ പറയുന്നത് ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ബാക്കി നോക്കുക. ലെവിസ് ഹാളിനെ കൊണ്ടുവരണ്ടേ, ലെഫ്റ്റ് ബാക്ക് ഫില്ല് ചെയ്യണ്ടേ. ഷോനെ വെച്ചിട്ട് ഒരു സീസൺ ഫുള്ള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 50+ ഗെയിംസ് ഉണ്ടാവും. 50+ ഗെയിംസ്. ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, FA കപ്പ് ഉണ്ട്, പ്രീമിയർ ലീഗ് ഉണ്ട്, കർബാവ് കപ്പ് ഉണ്ട്. ഇതൊക്കെ കളിക്കണ്ടേ?
ലാസ്റ്റ് സീസണിൽ വെറും 40 കളിയെ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഷോ നല്ല രീതിയിൽ പോയി. ആദ്യത്തെ സീസണാണ് ഷോ ഫുള്ളായിട്ട് കളിക്കുന്നത്. അടുത്ത സീസണിൽ അങ്ങനെ ഉണ്ടാവും നമുക്ക് എന്തുറപ്പാണ്? എന്തുറപ്പുള്ളത്? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ലെഫ്റ്റ് ബാക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് ബാക്കിലുള്ള പേര് ഇപ്പോൾ ഉള്ളത് ലെവിസ് ഹാളിന്റെ. അപ്പൊ ആ ലെവിസ് ഹാളിനെ നമ്മൾ കൊണ്ടുവരാൻ നോക്കണ്ടേ? അവിടെയും ഇനി പോയിട്ട് 2 മാസം ചർച്ച നടത്താനാ, ഇവിടെ 2 മാസം, അവിടെ 2 മാസം, ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. മറ്റേ ടൈമിൽ നോക്കണം. കുറെ ആളുണ്ടല്ലോ, അപ്പൂപ്പം മാത്രമല്ലല്ലോ, എത്ര പേരുണ്ട്. എല്ലാരും ഇറങ്ങട്ടെ, ഗ്ലേസേഴ്സിന് എല്ലാം ഇറക്കട്ടെ. വെറുതെ കീശയിൽ പൈസ വെച്ചിട്ടിരിക്കല്ല. വിവൽ, നമ്മുടെ ബൊറാഡ, വിൽകോക്സ് എല്ലാരും പോട്ടെ, പോയി ചാർച്ച നടത്തി ചാടപടയെന്നാകട്ടെ പരിപാടികൾ. അതാണ് നമുക്ക് വേണ്ടത്. ഫിക്സ്ചർ നമുക്ക് അനുകൂലമായിട്ടും ഉണ്ട് പ്രതികൂലമായിട്ടും ഉണ്ട്. പക്ഷേ ലാസ്റ്റ് സീസൺ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പം ഇറ്റ്സ് വെരി ഗുഡ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. നമുക്ക് ടൈറ്റിലിന് വേണ്ടിയിട്ട് കണ്ടന്റേഴ്സ് ആയിട്ട് മാറാം. ടൈറ്റിൽ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് പൊരുതി നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആർസണലിന്റെ ഫസ്റ്റ് ഗെയിം വരുന്നത് എമിറേറ്റ്സിൽ തന്നെയാണ്. എമിറേറ്റ്സിൽ പ്രൊമോട്ട് ആയിട്ട് വന്ന കോവൻട്രി സിറ്റിയുമായിട്ടാണ്. കോവൻട്രി സിറ്റി, അതായത് വിക്ടർ ഗ്യുക്കോറസ്, ഹി വിൽ ബി ഫേസിങ് ഹിസ് ഓൾഡ് ക്ലബിനെ ഫേസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഹൾ സിറ്റിനെ അങ്ങനെ എഴുതിത്തള്ളാൻ പാടില്ല. പ്രൊമോട്ടായി വരുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോ പിന്നെ അവരുടെ ഹോം ഫസ്റ്റ് ഗെയിം പ്രൊമോട്ടായിട്ട് വരുന്നത് കൊണ്ട് അവിടെ ഒരു വൻ സെറ്റപ്പ് ഉണ്ടാവും. ഫസ്റ്റ് ഗെയിമുമാണ്. ഞാൻ പറയുന്ന ഫസ്റ്റ് 3 ഗെയിംസ്, ആ 3 ഹൾ സിറ്റി, ഇപ്സ്വിച്ച് ടൗണും പിന്നെ നമ്മുടെ ഇവരും എവർട്ടണും, അതിൽ മാക്സിമം 3 പോയിന്റ്സ് കളക്ട് ചെയ്താണ്. എവർട്ടന് കുറച്ച് ചൊറയാണ്, എവയാണ്, പക്ഷെ എന്നാലും നമ്മൾ അടിച്ചവരില്ല. ഗുഡിസൺ പാർക്കിൽ പോയിട്ടാണെങ്കിലും നമ്മൾ പോയിന്റ്സ് നേടണം. ലാസ്റ്റ് സീസണിൽ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ബലമായ ഓർമ്മ. ഒന്നിൽ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ലെഗിൽ. ഇപ്രാവശ്യം നമുക്ക് ആ ഫസ്റ്റ് 3യിൽ 3യും ജയിക്കണം. എന്നിട്ട് ആ ഒരു പവറിൽ വേണം നമുക്ക് ഓൾഡ് ട്രാഫോർഡിൽ ഡെർബി ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാഞ്ചസ്റ്റർ സിറ്റിയെ, മറസ്കേന്റെ അണ്ടറിൽ വരുന്ന പുതിയ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടു തന്നെ അറിയണം. അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താണ് നമ്മുടെ ഫിക്സ്ചറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.